The beam in question. Good morning. എന്താ കുട്ടികൾ ഒറ്റ നിർബന്ധം ഉടനെ ഡാഡിയും കൂട്ടി വീട്ടിലേക്ക് വരണം. അവിടെ എന്തോ സർപ്രൈസ് ഉണ്ടെന്ന്. എന്ത് സർപ്രൈസ്? ആ അത് പറഞ്ഞില്ല. അത് സീക്രട്ടാ, പറയാൻ പറ്റില്ല. ആരാ? ആളെ മനസ്സിലായില്ല. അത് എന്റെ ഒരു വൈഫാ. എന്താ വേണ്ടത്? ഉടനെ വീട്ടിലേക്ക് വരണം. കുട്ടികളുടെ നിർബന്ധ. എനിക്കിവിടെ ജോലിയുള്ളതല്ലേ. ഞാൻ പറഞ്ഞു നോക്കി, ഇവര് കേക്കണ്ടേ? നിങ്ങൾ അതൊക്കെ ഒന്ന് മെഷർ ചെയ്ത് വെക്കാം. ഉടനെ വരാം. നടന്നു. അകത്തോട്ട് വരണ്ട. സർപ്രൈസ് ഞങ്ങൾ ഇപ്പൊ കാണിച്ചു തരാം. 1 2 3 4. ഞാനാണ് പറഞ്ഞു കൊടുത്തത് കുട്ടികളോട്, എത്ര കഷ്ടപ്പെട്ടാലും നിങ്ങൾ നിങ്ങളെ മമ്മിയെ കണ്ടുപിടിക്കണം, ഡാഡിയുമായി ചേർക്കണം, എന്നാലേ നിങ്ങൾ നല്ല കുട്ടികളാവൂ എന്നൊക്കെ ഞാൻ തന്നെയാണ് പറഞ്ഞു കൊടുത്തത്. അല്ലേ മെറ്റി? അതെ, ഡാഡിയും മമ്മി ഒന്നിച്ചു എന്നും പറഞ്ഞ് ഇന്നലെ കുട്ടികളുടെ ഫോൺ വന്നപ്പോ മാത്രം സന്തോഷം കൊണ്ട് നിർത്താൻ ചെയ്യായിരുന്നു. ആ സന്തോഷത്തിന്റെ ഒരു ചോക്ലേറ്റ് കഴിക്കൂ മിസ്സസ് വിജയഭാസ്കർ. താങ്ക് യു മദർ. മദറിന്റെ പ്രാർത്ഥന എന്നെ രക്ഷിച്ചു. നിങ്ങളെ മാത്രമല്ല മിസ്റ്റർ വിജയഭാസ്കറിനെയും രക്ഷിച്ചു. അതുകൊണ്ട് ഒരു ചോക്ലേറ്റ് നിങ്ങളും കഴിക്കൂ മിസ്റ്റർ വിജയഭാസ്കർ. അന്ന് വിജയഭാസ്കർ പറഞ്ഞില്ലേ നിങ്ങളുടെ വിവാഹം നരകത്തിലാണ് നടന്നതെന്ന്? തെറ്റ്, അത് സ്വർഗത്തിൽ തന്നെയാണ് നടന്നത്. മെറ്റി, അനുമോൾ ആരെപ്പോലെയാന്ന് പറയൂ? ഈ മമ്മിയെ പറിച്ചു വെച്ച പോലെ. സുധിയോ ഈ മമ്മിയുടെ ഭർത്താവിനെ പറിച്ചു വെച്ച പോലെ. ദൈവം ചേർത്ത് നിങ്ങളെ ഇനി ആർക്കും പിരിക്കാനാവില്ല. രണ്ടുപേരും ആ കൈകൾ ഇങ്ങോട്ട് കൊടുക്കൂ. ബന്ധം സുദൃഢമാക്കി എനിക്കൊന്ന് ആശീർവദിക്കണം. ആ കൈഞ്ഞു കൊടുക്കൂ. മദറിനെ ആശീർവദിച്ചാൽ മതി. അതിന്റെ കയ്യും കാലും ഒക്കെ ഒന്ന് കൊടുക്കൂ മിസ്റ്റർ വിജയഭാസ്കർ. Yes. Now we'll go inside, sweetie. Come. Today is a happy day. കടന്നു വരുമ്പോഴേ ഒരു സ്നാപ്പ് എടുക്കാന്ന് വിചാരിച്ചതാ. I forgot to tell you something. ഞങ്ങൾ ബാംഗ്ലൂരിൽ എത്തിയ ഉടനെ ഏർപ്പാട് ചെയ്തതാ. ഈ ദിവസത്തിന്റെ സന്തോഷം രേഖപ്പെടുത്താൻ 4-5 ഫോട്ടോസ് എടുക്കണമെന്ന്. Bye. You are ready? Come, Mr. Vijayabhaskar. Ready? ഇനി മെറ്റി മാറിക്കോളൂ. അവരുടെ ഫാമിലി ഫോട്ടോ ഒന്ന് എടുക്കട്ടെ. വേണ്ട മദർ. അയ്യോ, അത് ഒട്ടും വേണ്ട. ഒരു കാരണവശാലും വേണ്ട. എന്താ മിസ്റ്റർ വിജയഭാസ്കർ, കൊച്ചു സൗന്ദര്യ പിണക്കങ്ങളാണ് വലിയ വലിയ വഴക്കുകളിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. നിക്ക്. ഗുഡ്. എല്ലാവരും ചേർന്ന് ഒന്ന് സ്മൈൽ. സ്മൈൽ ഡാഡി. ഇതാണോ ചിരി? സ്മൈലും അറിയില്ലേ? ഓക്കെ താങ്ക് യു. മെറ്റി, നമുക്കിനി കുട്ടികളുടെ ഫോട്ടോ ഗാർഡനിൽ പോയി എടുക്കാം. വരൂ. വാ മോനെ. ബൈ, പ്ലീസ് കം. യെസ്, കമ്മിങ്. എന്താ നിങ്ങൾ കുട്ടികളോ അല്ലാതെ മറ്റാരും ഇവിടെ വരാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ? എന്നിട്ട് ഇപ്പോഴോ? ഇന്നലെ എവിടുന്നോ വന്നിരിക്കുന്നു ചങ്ങലയും പൊട്ടിച്ചോണ്ടൊരു കുര്യാക്കോസ്. ഇപ്പൊ വന്നിരിക്കുന്നു ഒരു ഗവൺമെന്റ് കന്യാസ്ത്രീകള്. കുട്ടികളുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ നിന്ന് അവർ വന്നു. നേരാ, സമ്മതിച്ചു. അതിനിപ്പോ ഞാൻ എന്താ വേണ്ടേ? എനിക്കിനി ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങൾ കന്യാസ്ത്രീകൾ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണം. ഞാൻ ഇറങ്ങിക്കോളാം. കന്യാസ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവരും സ്ത്രീകളാണ്, പുരുഷന്മാരല്ല. അവരോട് കുറച്ചു നേരം നിൽക്കുന്നുണ്ടെന്നാ കുഴപ്പം? അവരെ നമുക്ക് തന്ത്രപൂർവ്വം ഇറക്കി വിടാം. നിങ്ങളുടെ തന്ത്രോ മന്ത്രോ ഒന്നും എനിക്ക് കേൾക്കണ്ട. നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങുന്നില്ലയോ? നീ ആരോടാ ഇത്ര ദേഷ്യപ്പെടുന്നു? എന്റെ കാര്യം തോന്നുന്നു. മദർ, പിന്നെ തെറ്റി. അവര് തമ്മിലൂടെ പൊരിഞ്ഞ വഴക്ക്. ഒന്ന് വേഗം ചെന്നേ. ഓ മൈ ഗോഡ്. ഇവിടെ എനിക്കിനി ഒന്നും കേൾക്കണ്ട. നമ്മൾ തമ്മിലുള്ള കണ്ടീഷൻസും ബന്ധങ്ങളും എല്ലാം ഇതോടെ തീരും. ഇനി നിങ്ങൾ ഇവിടെ കാണരുത്. നിന്റെ പറച്ചിൽ കേട്ടാ നിന്റെ കൂടെ ഇവിടെ കഴിയണമെന്ന് എനിക്കെന്തോ നിർബന്ധമുള്ള പോലെയാണല്ലോ. വേണ്ട, നിർത്തിയേക്കാം. ഇപ്പൊ കുട്ടികളെ കൊണ്ട് ഞാൻ ഇവിടെ ഇറങ്ങുന്നു. ഈ നിമിഷം. പാടില്ല, പോകാൻ പാടില്ല മിസ്റ്റർ വിജയഭാസ്കർ. ഒരു കാരണവശാലും നിങ്ങൾ ഈ വീട് വിട്ടു പോകാൻ പാടില്ല. ആ കുട്ടികളെ പറ്റി ഒന്ന് ഓർത്തു നോക്കൂ. നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുകൊള്ളാൻ അങ്ങ് ഊട്ടിയിൽ നിന്ന് വന്ന എന്നെയും മിസ് മെറ്റലിനെയും പറ്റി ഒന്ന് ഓർത്തു നോക്കൂ. ദൈവനാമത്തിൽ ഞാൻ പറയാണ്, നിങ്ങൾ വഴക്കിട്ട് പിരിയാൻ ഞാൻ സമ്മതിക്കില്ല. ഈ മുറിയിൽ ഇന്ന് മുഴുവൻ നിങ്ങൾ ഒരുമിച്ച് കഴിയണം. കഴിഞ്ഞേ പറ്റൂ. വരൂ മെറ്റിൽഡ, നമുക്ക് ഈ വാദം ചേരാം. മെറ്റി കുട്ടികളുടെ അടുത്തേക്ക് വെക്കോളൂ. ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ മദർ.
നിങ്ങൾ ഈ കാണിക്കുന്ന ഒട്ടും ശരിയല്ല. ഞാൻ എന്ത് ചെയ്യുന്ന? അവിവാഹിതയായ ഞാൻ ഒറ്റയ്ക്കിരിക്കുന്ന ഈ മുറിയിൽ നിങ്ങൾ ഇങ്ങനെ നിൽക്കാൻ പാടില്ല. ഞാനിപ്പോ അങ്ങോട്ട് ഇറങ്ങി ചെന്നാൽ അവര് വിടില്ല. അതെന്റെ കുഴപ്പമാണോ? എന്റെ കുഴപ്പമാണോ? ഇപ്പൊ സമയം എത്രയായി? 8 കഴിഞ്ഞു. നിങ്ങൾ ഉടമ്പടി തെറ്റിച്ചു. ഇനി 1 മിനിറ്റ് പോലും നിങ്ങൾ ഇവിടെ ഇരിക്കാൻ പാടില്ല. ശരി. മിസ്റ്റർ വിജയഭാസ്കർ, നിങ്ങൾ വീണ്ടും പിണങ്ങി പോവുകയാണോ? ഞാൻ നിങ്ങൾ വിടില്ല. ഈ രാത്രി മുഴുവൻ നിങ്ങൾ ഇവിടെ കഴിയണം. പിണക്കം തീർത്തിട്ടേ ഞാൻ വിടും. പിണക്കം തീർന്നു മദർ. മദറിന്റെ പ്രാർത്ഥന തുടങ്ങിയപ്പോഴേ ഞങ്ങളിലൊരു ദിവ്യമായ ശാന്തി അങ്ങ് നിറഞ്ഞു. അത് പറയാൻ വന്നതാ. അതെയോ? അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി മുഴുവൻ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. മദർ, ഈ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹത്തിന്റെ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ഓർത്തു പോകുന്നത് ആ കുന്തിയെ പറ്റിയാണ്. ആരെ പറ്റി? കുന്തി, പുരാണത്തിലെ കുന്തി. സൂര്യദേവന് ഭർത്താവായി സ്വീകരിച്ച കുന്തി, പിന്നെ പല ദേവന്മാരെയും ഭർത്താവായി സ്വീകരിച്ച കുന്തി, ഒടുവിൽ സ്ത്രീകളെ സ്പർശിച്ചാൽ തല പൊട്ടിത്തെറിക്കുമെന്ന് ശാപം കിട്ടിയ പാണ്ഡുവിനോടൊരുമിച്ച് ഒരേ കട്ടിലിൽ. കുഞ്ഞി ഉറങ്ങിയോ? അല്ല, കുട്ടികൾ ഉറങ്ങിയോ? മെറ്റിൽഡ, മെറ്റിൽഡ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. May God ഇതായിരുന്നോ? ഇത് രാത്രി എനിക്ക് ഇവിടെ കൂട്ടിടക്കാൻ വരുന്ന കുഞ്ഞപ്പൻ ചേട്ടൻ ഭാര്യയല്ലേ? ഇതിനാണോ നിങ്ങൾ? അതിനാണോ മെറ്റി പേടിച്ചത്? അയ്യോ, പേടിച്ചതല്ല, ഒരു പേടി പോലെ ഒരു നിന്തിരുമൂഖത്തു തുപ്പി നിന്ന ചെയ്തു തൊഴുതയ്യോ ജന്തുവോടിങ്ങനെ കഷ്ടം ചെയ്യുമോ പുത്ര. പറഞ്ഞ് കുര്യാക്കോസിന് വട്ടാണെന്ന് വരുത്താനുള്ള ഒരു ശ്രമം വരെ നടന്നു. എന്നിട്ട് എന്തായി? ചാലക്കുടിക്കാർക്ക് ഒരു വിരോധമില്ലല്ലോ. എന്താ കാര്യം? അവര് കുടുംബക്കാരാ. അതുകൊണ്ടാണല്ലോ പെണ്ണ് കാണാൻ ഇന്ന് തന്നെ അങ്ങോട്ട് ചെല്ലാൻ അവര് പറഞ്ഞത്. കുര്യാക്കോസേ, ഞാൻ ഒരുങ്ങ എന്റെ അമ്മച്ചി. കർത്താവാണ് ഇതെന്റെ ഒടുക്കത്തെ പെണ്ണ് കാണല. ഇന്ന് എന്തെങ്കിലും ഇടങ്കോലുണ്ടായ പിന്നെ കർത്താവ് പോയി പെണ്ണ് കെട്ടാന്നല്ലാണ്ട് കുര്യാക്കോസിനെ ഈ പണിക്ക് കിട്ടില്ല. അതുറപ്പാ. ഒന്നോർത്താ, അന്ന് ആ കുറവലങ്ങാട്ടെ പെണ്ണ് കാണൽ മുടങ്ങിയത് ഈ മഹാഭാഗ്യ കയറി വരാനാ. ചാലക്കുടിയിൽ പെണ്ണ്, അതാ കർത്താവ് കുര്യാക്കോസിനെ തീരുമാനിച്ചത്. നല്ല പൊന്നിന്റെ നിറം, പൊന്നുപോലത്തെ സ്വഭാവം, പൊന്നിനകത്ത് പുതിയാനുള്ള സ്വത്ത്. ഇത് നടക്കും, അതുറപ്പാ. ഈ കല്യാണം നടക്കുന്ന എനിക്കും ഏതാണ്ട് ഉറപ്പായി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു മണ അടിക്കുന്നുണ്ട്. പിന്നെ പ്രായത്തിന്റെ കാര്യമൊക്കെ അവരോട് പറയാൻ മറന്നിട്ടില്ലല്ലോ കൊച്ചുകുട്ടിച്ചായ. ഇത്തവണ പ്രായത്തിരി കൂട്ടി തന്നെയാ പറഞ്ഞിരിക്കുന്നേ. 55 വയസ്സ്. അപ്പൊ പെണ്ണിന്റെ അമ്മൂമ്മ തള്ളയുടെ 2ാം കെട്ടിനെ നമ്മൾ പോണേ. അയ്യേ, നല്ലൊരു കാര്യത്തിൽ ഇറങ്ങി തിരിക്കുമ്പോ കഴുതഭാഷ പറയാതിന്റെ കുര്യാക്കോസേ. കുര്യാക്കോസിന്റെ ഫോട്ടോ വാങ്ങിച്ചു നോക്കിയ പെങ്കൊച്ച് ഈ നിമിഷം വരെ അത് കയ്യിൽ നിന്ന് താഴെ വെച്ചിട്ടില്ല. അതാ സ്ഥിതി. ആ കയ്യൊന്ന് പൊക്കി. എന്താ വൈകണ്ട? പെണ്ണിന് കുര്യാക്കോസിനെ മതിന്നൊരൊറ്റ വാശിയ. ഇത് നടക്കുമെന്നുള്ള 3 തരമാ. ഒരു തർക്കവുമില്ല. ഞാൻ പോയി വരാം അമ്മച്ചി. ഏത് കഴിവേരുടെ മോനാ ഈ കുന്തെടുത്ത് അതിന്റെ മണ്ടക്ക് കയറ്റി വെച്ചത്? എനിക്കൊരു പെണ്ണും വേണ്ട, പെടക്കോഴിയും വേണ്ട. കുറവിലങ്ങാട്ട പെണ്ണ് കെന്റി ചാടി ചത്തണെങ്കിലേ ചാലക്കുടിയിലെ പെണ്ണ് ചാലക്കുടി പുഴ ചാടി ചാവട്ടെ. പെണ്ണ് കെട്ടാണ്ട് ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റുമെന്ന് ഞാനൊന്നും നോക്കട്ടെ. ഇന്നലെയും തുടങ്ങിയതല്ലോ ഈ കല്യാണാലോചന. മാറിക്കൂടെ മാപ്പിളെ. എങ്ങോട്ടാ വരണ്ടേന്ന് വെച്ചാ പറഞ്ഞാ മതി. ബാംഗ്ലൂരെങ്കിൽ ബാംഗ്ലൂര്, അതല്ല വെസ്റ്റ് ജർമ്മനി ആണെങ്കിൽ വെസ്റ്റ് ജർമ്മനിലേക്ക്.
ഇത് ചാലക്കുടിന്നാ, പെണ്ണിന്റെ വീട്ടിൽ നിന്ന്. അമ്മാവനാ. അമ്മാവനോ? അതെ. നിങ്ങൾ പുറപ്പെട്ടോ? ഇല്ല. ആ, പോരുമ്പഴേ ഇരുമ്പുപാലം വഴി വരണ്ട, ആ വഴി ബ്ലോക്ക് ആയിരിക്കുക. ബൈപ്പാസ് വഴി വന്നാ മതി. ഇരുമ്പ് പാലത്തിൽ കൂടി വരണില്ല അമ്മാവ, ബൈപ്പാസ് വഴി തന്നെ വന്നോളാം. താങ്ക് യു. ഇനി ഇത് തൊട്ടുപോകരുത്. എല്ലാം ശരിയായിട്ടുണ്ട്. പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഞാൻ പോയിട്ട് വരാം അമ്മച്ചി. കല്യാണം എന്ന് പറഞ്ഞാൽ അതൊരു യോഗാണ്. എന്താണോ കുര്യാക്കോസ് ഇത്? രാവിലെ മുതൽക്ക് വിളിക്കുക. ഇവിടുത്തെ ഫോൺ എന്താ ചത്തുവോ? ഫോൺ കറക്കി കറക്കി വിരൽ രണ്ടെണ്ണം പോയി. വിമാനം പുറപ്പെടാൻ 20 മിനിറ്റേ ഉള്ളൂ. കുര്യാക്കോസ് പുറപ്പെട്ടു എന്ന് വെച്ച് കുട്ടൻ അവിടെ കിടന്ന് വല്ലാത്ത ബഹളം. നിൽക്കാനും ഇരിക്കാനും വർത്താനം പറയാനും സമയമില്ല. അത് ഞാനൊരു അത്യാവശ്യം. ഇതിന്റെ അപ്പുറത്ത് എന്താ അത്യാവശ്യമാണോ? അല്ല അത് ഒന്ന് വിടടാ അവിടുന്ന്. ആഹാ, വെറുതെ തോണ്ടല്ലേ നേരില്ലാത്തോടത്ത്. സ്റ്റോപ്പ് പണ്ണുങ്ക. ദൊട്ടുകൊടേ. ആ, എന്നാ. ആ, ഇങ്ങ എത്തിപ്പോയല്ലോ. ആ, തനിക്കെന്താടോ പെണ്ണ് കാണാൻ ഒരുങ്ങി ഇറങ്ങിയ പോലെ ഒരു മിനുക്കം? മിനിങ്ങും പെണ്ണ് കാണാനല്ല, പെണ്ണ് കെട്ടാൻ തന്നെ തീരുമാനിച്ചിറങ്ങിയിരിക്കണേ. മക്കളെ സഹിതം ഒരു മമ്മിയെ ഈ ബാംഗ്ലൂരിൽ നിന്ന് കിട്ടുമെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. ആ, ഇനിയിപ്പൊ അങ്ങനെ നല്ല വിളവോടെ നോക്കുന്നതാ തനിക്ക് നല്ലത്. തന്റെ കാര്യം താൻ നോക്ക്, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. താൻ എന്തിനെങ്ങനെ ചൂടാകുന്നത്? അല്ല, ഈ ബാംഗ്ലൂർ വരുമ്പോഴൊക്കെ തനിക്ക് എന്താണോ കുര്യാക്കോസേ? ഓ, ബാംഗ്ലൂർക്ക് വരുമ്പോ എനിക്ക് എന്താണെന്ന് ഇവിടെ ചിലർക്കൊക്കെയാണല്ലോ ശരിക്കറിയാവുന്നത്. കുര്യാക്കോസിന് വട്ടാണെന്നും നെല്ലിക്കാത്തളം വെക്കണമെന്നും നാട്ടിലേക്ക് വിളിച്ചു പറയണ ചില ഒറ്റച്ചാൻ അച്ചായന്മാർ ഇവിടെ ഉണ്ട്. അതും എനിക്കറിയാം. ഓ, ഇയാള് പറയുന്ന കാര്യമൊക്കെ ഇപ്പൊ മനസ്സിലായി. താനല്ലാതെ വേറെ ആരെങ്കിലും ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കോളൂ? അന്നത്തെ പെണ്ണിന്റെ കാര്യമൊക്കെ പിന്നീട് പറയാന്ന് പറഞ്ഞ് ഞാൻ കണ്ണിറുക്കി കാണിച്ചിട്ട് താൻ വകവച്ചില്ലല്ലോ. അങ്ങനെ നല്ല ഉദ്ദേശമുള്ള കണ്ണിറുക്കൊന്നും ഞാൻ കണ്ടില്ല. ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഒരു പെണ്ണ് കാണാൻ പറ്റാത്ത താൻ ആരെങ്കിലും കണ്ണിറുക്കി കാണിച്ചാൽ എങ്ങനെയാ കാണുക? ദേ കുരുട്ടടക്കേ ഇടിച്ച് ഞാൻ നീട്ടിക്കളയും. ഇനി ഞാനൊരു സത്യം പറയട്ടെ. ഇരിക്കു വട്ട. ആ, കളയടോ. തന്നോട് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. വാ. അന്ന് താങ്ങേണ്ട പെണ്ണില്ലേ, അത് ഞാൻ വെറുതെ ഒന്ന് അപ്പോയിന്റ് ചെയ്താ സ്കൂൾ തുറക്കുന്നവരെ. പക്ഷെ അതിപ്പോ വലിയൊരു അക്കിടിയായി മാറിയെന്നൊരു സംശയം. ഇന്നലെ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പൽ ഒരു ടീച്ചർ വന്നിട്ടുണ്ട്. ആദ്യം അവരെ ഒന്ന് ഓടിക്കണം. അതിനു മുമ്പ് അവരൊരു ഫോട്ടോ എടുപ്പിച്ചിരുന്നു ഇന്നലെ, ഒരു ഫാമിലി ഫോട്ടോ. അത് വെച്ച് ആ പെണ്ണിനെ വല്ല ബ്ലാക്ക് മെയിലും ചെയ്യുമെന്നാണ് എന്റെ ഭയം. ആദ്യം ആ ഫോട്ടോയുടെ നെഗറ്റീവും പ്രിന്റും കൈക്കലാക്കണം. താൻ വാ, ഞാൻ പോരാ. കണ്ട കടുവേടിയും പുലിയുടെ ഒക്കെ വാല് പിടിച്ച് കക്ഷത്തി വെച്ചിട്ട് ഇപ്പൊ കിടന്ന് നെട്ടോട്ടോടുക. മറ്റുള്ളവർക്ക് സ്വയം തരില്ല, അവന്റെ ഒരു കാര്യം നടത്താനും സമ്മതിക്കില്ല. ഇതാ പറയണത്, വക്കീലിനോടും വൈദ്യനോടും വൈഫിനോടും കുര്യാക്കോസിനോടും കണ്ണിറുക്കി കാണിക്കരുന്ന്. അതിപ്പോ മനസ്സിലായി കാണും. പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കളി കാര്യായെന്നാ തോന്നണത്. കുര്യാക്കോസിന് ശരിക്കും വട്ടായോ? എന്തേ? ഒന്നുമില്ല. ഇല്ലല്ലോ, എന്നാ അവിടെ ഒന്നാ മതി കേട്ടോ. സാറ് ഇത് കണ്ടോ? ഇന്നലെ രാത്രി 9 മണിക്ക് ആ ഫോട്ടോയുടെ നെഗറ്റീവും പ്രിന്റും എല്ലാം എടുത്തോണ്ട് പോയി. ആര്? സാറിന്റെ ഭാര്യ. ഭാര്യ? എന്ത് ഭാര്യ? സാറ് കണ്ടോ, എഴുതി ഒപ്പിട്ടെന്നിരിക്കാം. ഹേമ നമ്പർ 1 ലവ് ഷോട്ട്. അതെ, സ്കൂൾ തുറക്കണ ഒരു അഡ്ജസ്റ്റ്. അതെ, താൻ ഫോട്ടോ എടുക്കാൻ നടന്നാ മതി, കല്യാണ ബ്രോക്കർ ആവണ്ട.